മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥൻ മുഖ്യനെ മൂക്കുകൊണ്ട് ക്ഷ ഇണ്ണ വരപ്പിക്കുന്ന ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി സർവീസിലിരിക്കെ ജോലിക്കയറ്റം, ഉയർന്ന റാങ്ക് എന്നിവ ലഭിക്കാനുള്ള വഴികളാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. സംഗതി വളരെ എളുപ്പമാണ്. അടുത്തത് റിവാർഡിംഗ് ദ കറപ്റ്റ്. ഒരു 3 വിജിലൻസ് FIR ഉണ്ടെങ്കിലേ ഒരാൾക്ക് സെക്രട്ടറി റാങ്കിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ കറപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നയം ആണ് കറപ്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള വേറൊരു കാരണം. അതാണ് നമുക്കുള്ളവർക്കുള്ള പേടി. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്ത് പറ്റും, അറിയാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ആനുവൽ കോൺഫിഡൻസ് റിപ്പോർട്ടിൽ നന്നായിട്ട് എഴുതും, എന്തെങ്കിലും അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എനിക്ക് ഒരു ഗുഡ് കിട്ടേണ്ടത് ചിലപ്പോൾ സാറ്റിസ്ഫാക്ടറി ആയി പോകും, ഞാനിതിന് എൻ്റെ അടുത്ത പ്രൊമോഷൻ കളയുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെ പല വിധത്തിലുള്ള, അല്ലെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് എനിക്ക് പോകാനുള്ളതാണ്, അതിൻ്റെ റെക്കമെൻഡേഷൻ ചിലപ്പോൾ അത് നടക്കത്തില്ല. അതുകൊണ്ട് ആ ഫിയർ കൊണ്ട് പറയില്ല. ഓർ ലോസ് ഓഫ് പവർ, അങ്ങനെ പെർക്സ് പോകുക, അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ വന്ന് നമ്മുടെ സമൂഹം കണ്ടാലും മിണ്ടാതിരിക്കുക. எந்த ஒரு விஷயத்தையும் பிளான் பண்ணாம பண்ணா இப்படித்தான். പ്ലാൻ பண்ணி பண்ணணும். ഓക്കേ. നേതൃപാഠവും അതിൻ്റെ നിർവചനങ്ങളിലേക്കുമാണ് ഇനി കടക്കുന്നത്. ഈ തരത്തിൽ പോയാൽ നമ്മുടെ നേതാക്കളെ വരും തലമുറകൾ എങ്ങനെ ഓർമ്മിക്കും എന്ന രസകരമായി ചിന്തിക്കാവുന്ന സെഷൻ. ലീഡർഷിപ്പിനെ ഒരു ആർട്ടായിട്ടാണ് കാണുന്നത്. നമ്മൾ കാണാറില്ല, ഇപ്പം നമ്മൾ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ ലീഡർഷിപ്പിലുള്ളത്. അപ്പോൾ അതൊരു ആർട്ടാണ്, ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു 100 കൊല്ലം കഴിഞ്ഞ് ഈ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ജീവിക്കുന്ന നമ്മുടെയൊക്കെ കൊച്ചുമക്കളോ അല്ലെ നമ്മുടെ സുഹൃത്തുക്കളുടെ കൊച്ചുമക്കളോ അവരൊക്കെ നമ്മളുടെ 100 വർഷം മുമ്പ് ജീവിച്ച പൂർവികരെ പറ്റി എന്തായിരിക്കും ചിന്തിക്കുക? 100 വർഷം കഴിഞ്ഞുണ്ടാകുന്ന ഇവിടുത്തെ ആൾക്കാർ അവരുടെ അൻസെസ്റ്റേഴ്സിനെ പറ്റി നല്ലതായിട്ട് ചിന്തിക്കുമോ മോശമായിട്ട് ചിന്തിക്കുമോ? നമ്മുടെ 100 വർഷം മുമ്പ് ജീവിച്ച അവരിവിടെ മുഴുവൻ നശിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. എല്ലായിടും വെട്ടിയെടുക്കാവുന്ന മരം മുഴുവൻ വെട്ടിയെടുത്തു, കുഴിച്ചെടുക്കാവുന്ന മുഴുവൻ കുഴിച്ചെടുത്തു, നശിപ്പിച്ചു. പല അവസ്ഥകളിലൂടെ പോയ സെഷൻ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി പരിഹാര നടപടികളാണ്. കള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നവർ തന്നെ അതിന് പരിഹാരവും കാണിച്ചു തരും. ഇത് ആരോട് ഡിസ്ക്ലോസ് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആള് കറക്റ്റ് ആൾക്കാരെ പണിഷ് ചെയ്യാനുള്ള ആൾക്കാരോടാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് ആണ് കറക്റ്റെങ്കിൽ അവരെ പണിഷ് ചെയ്യാൻ ആർക്കാണ് പറ്റുക? ജനങ്ങൾക്കേ പറ്റത്തുള്ളൂ. അപ്പൊ ജനങ്ങളോടാണത് പറയേണ്ടത്. ജനങ്ങളോട് പറയുന്ന ആരാണ്? മീഡിയ ആണ്. കാരണം പണ്ട് കാലത്ത് നമ്മൾ ചെണ്ടയടിച്ച് ഒരു കോളനിയിൽ പോയി ഇങ്ങനെ ഒരു കാര്യം പറയുന്ന ആ ഒരു സിസ്റ്റം അല്ല ഇപ്പോൾ ഉള്ളത്. അതിന് പകരമാണ് മാസ് മീഡിയ ഉള്ളത്, മാസ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. അപ്പോൾ ആർക്കാണ് പണിഷ് ചെയ്യാൻ പറ്റുന്നത് അവരോട് എക്സ്പോസ് ചെയ്താൽ, അവരോട് പറഞ്ഞാൽ മാത്രമേ അതിന് ബലമുണ്ടാകുകയുള്ളൂ. ഒരു സ്ഥാപനത്തിലാണെങ്കിൽ സ്ഥാപനത്തിൽ ആരാണോ അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോയിന്റിംഗ് അതോറിറ്റിയാണ് പറയേണ്ടത്. അപ്പോൾ ആര് ആണ് പണിഷ് ചെയ്യാൻ അധികാരമുള്ളത് അവരോട് പറഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ. കൗണ്ടർ വീലിംഗ് ദി പവർ ഓഫ് ദി കറപ്റ്റ്. ആർക്കാണ് കറപ്ഷൻ നടത്താനുള്ള പവർ ഉള്ളവർക്ക്. ആ പവർ ആരാണ് കൊടുത്തത്? ജനങ്ങൾ. അപ്പോൾ ജനങ്ങൾക്ക് മാത്രമേ ഒരു കൗണ്ടർ ഫീലിംഗ് ഫോഴ്സ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. കഴിഞ്ഞ വർഷം 2014 ഇതേ ദിവസം ഡിസംബർ 9 VJT ഹാളിൽ മുഖ്യമന്ത്രി വന്ന് ഒരു ചടങ്ങുണ്ടായിരുന്നു. അഴിമതി UN ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ. മുഖ്യമന്ത്രി ഉദ്ഘാടകനായിരുന്നു. വിജിലൻസിന്റെ മന്ത്രിയാണ് ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗവൺമെന്റ് സർക്കുലറും പുറപ്പെടുവിച്ചു. എല്ലാ സ്ഥാപനങ്ങളിലും ഡിസംബർ 9 ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ആണ്. VJT ഹാളിൽ വലിയ ചടങ്ങുണ്ടായി. പക്ഷെ 2015 ആരെയും കാണുന്നില്ല. 2 മണിക്ക് ഫ്ലൈറ്റ് ആണ്. അതാണ് വരാനുള്ളവർ വരട്ടെ, ഞങ്ങളങ്ങ് പറക്കുമെന്ന് പറഞ്ഞ് മുഖ്യൻ വീണ്ടും എസ്കേപ്പായി. ഇനി വെള്ളാപ്പള്ളി വിരുദ്ധ വേദിയുടെ സമയമാണ്. ഇടവേള കഴിയട്ടെ. ഈ PSCക്ക് വിട്ടുകൊടുക്കാൻ ബാക്കിയുള്ള സമുദായങ്ങളോട് പറയുമ്പോൾ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മാതൃകാപരമായിട്ട് SNDPയുടെയും SN ട്രസ്റ്റിന്റെയും നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊടുക്കാൻ എഴുതി കൊടുക്കാത്തത്? ആ ചന്ദനമരത്തിൽ കയറിയിരിക്കുന്ന സർപ്പപ്പാമ്പിനെ എടുത്ത് പുറത്തറിയാൽ മാത്രമേ ആ ചന്ദനമരം ചന്ദനമരമായി മാറും.